എങ്ങനെയാ നമുക്കൊരു വെച്ച് ബ്ലെൻഡർ പഠിക്കല്ലേ. സോ വെൽക്കം ടു എഫ്എക്സ് ആൻഡ് പൈ. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് എന്താ, ബ്ലെൻഡറിൻ്റെ ബേസിക് ഇൻ്റർഫേസും ഷോർട്ട് കട്ട്സുകളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രാക്ടിക്കലി ഒരു മോഡൽ ചെയ്തിട്ടൊന്ന് നമുക്ക് ഒന്ന് ട്രെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു സിമ്പിൾ ചായ ഗ്ലാസ് ആണ്. നമുക്ക് ആദ്യം ചെറിയ സ്ഥാനങ്ങളിൽ നിന്ന് പരീക്ഷിച്ച് തുടങ്ങാം. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ വലിയ വലിയ മോഡൽസിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സുകളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ കുറച്ച് ടൂൾസുകളൊക്കെ ബേസിക് ടൂൾസുകൾ പറഞ്ഞുതരും, പറ്റുന്ന പോലെ ചെയ്ത് നോക്കുക. ഓക്കെ നമ്മളിപ്പോൾ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ചായ ഗ്ലാസ് ആണ്. ആ ചായ ഗ്ലാസ് ഉണ്ടാക്കാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന മെഷാണ് സിലിണ്ടർ. ആ സിലിണ്ടറിന് ആദ്യം എന്താക്കി അതിൻ്റെ വെർട്ടീസസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം കുറച്ചുകൂടി ആ ഷേപ്പിലേക്ക് എത്താൻ വെർട്ടീസസ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. F9 ക്ലിക്ക് ചെയ്താൽ എന്താക്കുക, നമുക്ക് ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ വെർട്ടീസസ്. അതിനുശേഷം ഞാൻ എന്താക്കി അതിനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ കൊടുക്കുന്നതാണ് ലൂപ്പ് കട്ട്. ഇപ്പോൾ എന്താണ് ലൂപ്പ് കട്ട് നോക്കാം, ലൂപ്പ് കട്ടിൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് നോക്കാം, ലൂപ്പ് കട്ട് എന്താ സംഭവിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ലൂപ്പ് കട്ടിലെ ഒരു ഷോർട്ട് കട്ടാണ് Ctrl+R. ലൂപ്പ് കട്ട് വർക്കാവണമെങ്കിൽ ആദ്യം എന്താക്കണം, ടാബിൽ പോകണം. ടാബ് ചെയ്തിട്ട് എഡിറ്റ് മോഡ് പോകണം. അപ്പോൾ എഡിറ്റ് മോഡ് പോയി ഇപ്പോൾ ഷോർട്ട് കട്ട് എടുക്കാൻ പോവുകയാണ്. Ctrl+R എടുത്താൽ ഇതുപോലെ ഒരു ലൂപ്പ് കട്ട് വരും. നമുക്ക് ഇങ്ങനെ ഹോറിസോണ്ടലും കിട്ടും, വെർട്ടിക്കലും കിട്ടും. അതുപോലെ തന്നെ ലൂപ്പ് കട്ട് എടുത്ത ശേഷം ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ലൂപ്പ് കട്ട് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. നമ്മൾ മൗസിൽ സ്ക്രോൾ വീൽ മുന്നോട്ട് ആക്കുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, ബാക്കോട്ടാണെങ്കിൽ ഡിക്രീസ് ചെയ്യാം. അപ്പോൾ ഇത് ഫിക്സ് ആക്കുകയാണെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ലൂപ്പ് കട്ട് ജസ്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ കോഡാവണം. നിങ്ങൾ എൻഗൺസിലൊന്നും വർക്കാവില്ല. ഇത് കറക്റ്റ് ഒരു കോഡായതുകൊണ്ടാണ് നമുക്ക് ഇതിൽ വർക്കാകാൻ പറ്റും. നമുക്ക് ജസ്റ്റ് നിങ്ങൾ ആൾട്ട് മോഡ് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കണ്ടോ. ഞാനിതൊരു എൻഗണിൽ ചെക്ക് ചെയ്യാൻ പോവാണ്. നമുക്കൊരു എൻഗൺ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഗ്ലാസ് മോഡൽ ചെയ്യുമ്പോൾ ലൂപ്പ് കട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് ലൂപ്പ് കട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ലൂപ്പ് കട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്താക്കണം, ഇതൊരു ഒബ്ജക്റ്റ് മോഡിൽ നിന്ന് മാറി എഡിറ്റ് മോഡിലേക്ക് പോകണം. അപ്പോൾ ഞാൻ എന്താക്കി ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ടാബ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് മോഡ് പോയി. ഇനി എഡിറ്റ് മോഡ് പോയാൽ ഇത് ലൂപ്പ് കട്ടിനുള്ള ഷോർട്ട് കട്ടാണ് Ctrl+R. ലൂപ്പ് കട്ട് ഒന്നെങ്കിൽ ഹോറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ കറക്റ്റ് സെൻറ്റർ ആയിട്ടാണ് ഫസ്റ്റ് തന്നെ കിട്ടുക. എന്ത് ഒബ്ജക്റ്റ് എടുത്താലും അതിന് സെൻറ്റർ കൂടെ ആയിരിക്കും ഫസ്റ്റ് കിട്ടുക. അതുപോലെ തന്നെ ലൂപ്പ് കട്ടിൻ്റെ എമൗണ്ട് കൂട്ടുക അല്ലെങ്കിൽ ഇതിൻ്റെ നമ്പർ കൂട്ടണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മൗസിൽ സ്ക്രോൾ വീൽ യൂസ് ചെയ്താൽ മതി. മുന്നോട്ട് സ്ക്രോൾ ചെയ്താൽ നമ്പർ കൂടും, അതുപോലെ തന്നെ ബാക്കോട്ട് സ്ക്രോൾ ചെയ്താൽ നമ്പർ കുറയും. അപ്പോൾ ഇത് കൺഫേം ആക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, അപ്പോൾ അത് കൺഫേം ആവും. ഇനി ഞാനങ്ങൾ ഒന്നുകൂടി കൊടുക്കാം. ഞാൻ ജസ്റ്റ് കൺട്രോളേ കൊടുത്തു. കണ്ടോ, ജസ്റ്റ് കൺഫേം ആക്കണമെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക് ടാപ്പ് ചെയ്താൽ മതി, ഡബിൾ ടാപ്പ് ചെയ്താൽ മതി കേട്ടോ. കണ്ടില്ല, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താക്കാം, ലൂപ്പ് കട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലൂപ്പ് കട്ട് വർക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിപ്പോൾ പെർഫെക്റ്റ് കോഡ് ആയതുകൊണ്ടാണ് നമുക്ക് ലൂപ്പ് കട്ട് വർക്കായത്. അതാണ് ടോപ്പോളജി എപ്പോഴും പറയുന്നത്, ടോപ്പോളജിയിൽ കോഡ്സ് എപ്പോഴും ഉള്ളത് എന്താക്കുക, ബെറ്റർ ആണെന്ന്. ഇനി നമുക്ക് ഇതൊരു എൻഗണിൽ നമുക്ക് ലൂപ്പ് കട്ട് വരുമോ നോക്കാം. ഇപ്പോൾ ഞാൻ ടാബ് ഔട്ട് എടുത്തു, ഈ പുതിയ എൻഗൺ സെലക്ട് ചെയ്തു. ഇനി ഞാൻ എന്താക്കി ടാബ് എടുത്തു, Ctrl+R കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ലൂപ്പ് വരുന്നില്ലല്ലോ. കാരണം ഇതെന്താ, ഇത് ക്വാഡല്ല, ഇത് എൻഗണാണ്. അപ്പോൾ എൻഗൺസിൽ എന്താകും, ലൂപ്പ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മളെന്താ, ക്വാഡ്സിൽ മാത്രമേ നമുക്ക് ലൂപ്പ് കട്ട് വർക്ക് ചെയ്യുള്ളൂ, എൻഗണിൽ ലൂപ്പ് കട്ട് വർക്ക് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ആ ഗ്ലാസിൻ്റെ ടോപ്പ് പോർഷനിൽ ഫേസസ് സെലക്ട് ചെയ്യാണ്. ആൾട്ട് ക്ലിക്ക് ചെയ്താൽ ആ ചുറ്റുള്ള ലൂപ്പ് പോലുള്ള ഫേസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. ഞാൻ അടുത്ത നോക്കാൻ പോകുന്ന എക്സ്ട്രൂഡ് പറഞ്ഞ ഒരു ടൂളാണ്. എങ്ങനെ എക്സ്ട്രൂഡ് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എക്സ്ട്രൂഡ്. എങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്ട്രൂഡ് നോക്കാം. എന്താണ് എക്സ്ട്രൂഡിൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് നോക്കാം.
എക്സ്ട്രൂഡിൻ്റെ ഷോർട്ട് കട്ടാണ് ഇ. അപ്പോൾ ഈ രണ്ട് ഫേസ് സെലക്ട് ചെയ്തു, 3 ക്ലിക്ക് ചെയ്താൽ ഫേസ് സെലക്ഷനാണ്. ഈ രണ്ട് ഫേസ് സെലക്ട് ചെയ്തിട്ട് ഷോർട്ട് കട്ട് എന്തായിരുന്നു ഇ. അപ്പോൾ ഈ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഇതിങ്ങനെ എക്സ്ട്രൂഡായി വരുന്നത് കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇത് രണ്ട് വശങ്ങളിലേക്കാണ് പോകേണ്ടത്, പക്ഷേ ഇത് കിട്ടിയത് എങ്ങനെയാണ്, എനിക്ക് സ്ട്രൈറ്റ് ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ എന്താക്കുക, നമുക്ക് റെഡിയാക്കാൻ നോക്കാം. ഓക്കെ, അടുത്ത എക്സ്ട്രൂഡ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ട് ഈ കൊടുത്ത് ജസ്റ്റ് ഫേസ് സെലക്ട് ചെയ്ത് ശേഷം ഈ കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, എനിക്ക് വേണ്ട പോലെ രണ്ട് സൈഡിലേക്കല്ല പോകുന്നത്, കാരണം ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു സെൻറ്ററിൽ നിന്നാണ് ഇത് പോകുന്നത്. ഞാൻ വിചാരിക്കും രണ്ട് വശത്തേക്ക് എനിക്ക് എന്താക്കുക ഈക്വലി ഇത് എക്സ്ട്രൂഡ് ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ എന്താക്കാണ് ആൾട്ട് ഇ കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ കാണാം എക്സ്ട്രൂഡ് ഫേസ് അലോങ് നോർമൽ. ഇപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ നോക്കിക്കൊണ്ട് കണ്ടോ, നേരല്ലേ പോകുന്നത്, രണ്ടിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. കാരണം ഇതെന്താ എക്സ്ട്രൂഡ് എമോങ് നോർമലാണ്. അപ്പോൾ ഇതെന്താ സംഭവം നോക്കാം. അപ്പോൾ എന്താണ് നോർമൽ? അപ്പോൾ നോർമൽ കാണാൻ രണ്ട് രീതിയുണ്ട്. ആദ്യം നമുക്ക് എഡിറ്റ് മോഡിലാവണം, അതിന് ശേഷം ഓവർലേയിൽ പോയാൽ ഫേസ് ഓറിയൻറ്റേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ പോയാൽ മെഷ് എഡിറ്റ് പോയാൽ ഇവിടെ ഉണ്ടാവും സൈസ്, കണ്ടോ. ഇപ്പോൾ എല്ലാ ഫേസിൻ്റെയും പെർപെൻഡിക്കുലർ ലൈൻ വരുന്നത് കാണാം. അതിന് ശേഷം ഐ കൊടുത്ത് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഈ ചെയ്ത സ്റ്റെപ്പാണ് ഇൻസേർട്ട്. ഇനി ഇത് ഇൻസേർട്ട് പറഞ്ഞ ഈ ടൂൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ നോക്കുന്നത്, ഒരു മോഡലിങ്ങിൻ്റെ ബേസിക് ആയ ടൂൾസുകളാണ്, ഒരു മോഡൽ എഡിറ്റ് ചെയ്യാനുള്ള ബേസിക് ടൂൾസാണ് നോക്കുന്നത്. ലോ പോളി മോഡലിങ്ങിനോ ഹൈ പോളി മോഡലിംഗ് ആണോ എന്തെന്നെ ആയിക്കോട്ടെ, ഈ ബേസിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കുക, ഒരു മേ ബി ഈ ഒരു ക്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണമെങ്കിലോ ഈ ക്യൂബിൽ നിന്ന് വേണമെങ്കിൽ ഒരു കാർ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ എന്താക്കണം, ഈ ബേസിക് ടൂൾസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് നോക്കി, ഒന്നാണ് കൺട്രോൾ R കൊടുത്തിട്ട് ലൂപ്പ് കട്ട്, പിന്നെയാണ് ഈ കൊടുത്ത് എക്സ്ട്രൂഡ്. ഇനിയിപ്പോൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് ഇൻസേർട്ട്. അപ്പോൾ എന്താണ് ഇൻസേർട്ട് നോക്കാം. ഇൻസേർട്ട് കൊടുക്കണം, ആദ്യം എന്താക്കണം, ടാബ് പോകണം, ടാബ് എഡിറ്റ് മോഡ് പോകണം. എഡിറ്റ് മോഡ് പോകാൻ ടാബ് ക്ലിക്ക് ചെയ്താൽ മതി. ടാബ് ക്ലിക്ക് ചെയ്ത ശേഷം എന്താക്കുക, ഞാൻ 3 ക്ലിക്ക് ചെയ്ത് ഫേസ് സെലക്ട് കൊടുത്തു. ഇനി ഒരു ഫേസ് സെലക്ട് ചെയ്തു. ഇതിലേക്ക് ഒരു എക്സ്ട്രാ ഫേസ് ആഡ് ചെയ്യാനാണ് നമ്മളെന്ത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബോർഡർ കൊടുക്കാനൊക്കെ എന്താക്കാം, നമുക്ക് ഇൻസേർട്ട് യൂസ് ചെയ്യാം. ഇൻസേർട്ടിന് ഷോർട്ട് കട്ട് സിമ്പിളാണ്. ഇൻസേർട്ടിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ ഐ. അപ്പോൾ ഐ കൊടുത്താൽ എന്താവും, കണ്ടോ, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. വേണം ഒന്നുകൂടി കൊടുത്താൽ ഒന്ന് ഇൻസേർട്ട് ചെയ്യാം, കണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഇൻസേർട്ട്, ഇതിൻ്റെ ഷോർട്ട് കട്ടാണ് ഐ. ഓക്കെ, നമുക്ക് അടുത്തൊരു മോഡലിംഗ് ടൂൾ നോക്കാം, അതായിരിക്കും ബെവൽ. ഞാൻ എന്താക്കുകയാണ്, എനിക്ക് ബാക്കിയുള്ള ഈ എഡ്ജസൊക്കെ ഒന്ന് ബെവൽ ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ 2 ക്ലിക്ക് ചെയ്ത് എഡ്ജ് സെലക്ട് ചെയ്ത് പോയി, കണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ എഡ്ജ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഓരോ എഡ്ജ് ഇങ്ങനെ മാനുവലല്ലേ സെലക്ട് ചെയ്ത്, അതിന് പകരം എനിക്ക് എന്താക്കുക, ആൾട്ട് കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് കൊടുത്താൽ ഈ എഡ്ജസ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിക്കോളും. ഇനി എന്താ പറഞ്ഞത്, ബെവലാണ്. ബെവലുള്ള ഷോർട്ട് കട്ട് എന്താ, ബെവലിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ, ബി. അപ്പോൾ ആണ് കൺട്രോൾ ബി. അപ്പോൾ കൺട്രോൾ ബി ക്ലിക്ക് ചെയ്താൽ കണ്ടല്ലോ, അതാ ഇവിടെ അങ്ങനെ ബെവലായി വരും. ബെവൽ പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ടൈൽസൊക്കെ ഇല്ലേ, ടൈൽസൊക്കെ ഉരുട്ടുന്ന കാണില്ലേ, ലൈക്ക് ഷാർപ്പായുള്ള ഭാഗം ഒന്ന് ഉരുട്ടിയിട്ട് സ്മൂത്ത് ആക്കുന്ന സംഭവമില്ലേ, ഇതാണ് ബേസിക്കലി ബെവലിംഗ് പറഞ്ഞാൽ. ഇതുണ്ടോ, ഇനി ഇങ്ങനെ ഞാനിതിപ്പോൾ എന്താക്കുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടല്ലേ, ഇങ്ങനെ മുട്ടുന്ന കാണാം. ഇത് ഒഴിവാക്കണേ സി ക്ലിക്ക് ചെയ്താൽ മതി. സി ക്ലിക്ക് ചെയ്താൽ ക്ലാമ്പിങ് ഓൺ ആവും. ഇനി എന്താക്കുക, എനിക്കിതിൻ്റെ ഒരു ജോമെട്രി കൂട്ടണം വിചാരിച്ചു. അപ്പം ജസ്റ്റ് എന്താക്കുക, നമ്മൾ ലൂപ്പ് കട്ടിന് എടുത്തില്ലേ, ലൂപ്പ് കട്ട് ചെയ്തപോലെ തന്നെ ഇതിന് സ്ക്രോൾ വീലിന്
ഇനി ബാക്കൗട്ട് ആക്കിയാൽ അതുപോലെ തന്നെ കുറയുകയും ചെയ്യും. ഓക്കെ, ഇനി എന്താക്കാം, നമുക്ക് ഇതിൻ്റെ പ്രൊഫൈൽ മാറ്റാൻ പറ്റും. പി ക്ലിക്ക് ചെയ്താൽ ബെവലിൻ്റെ പ്രൊഫൈൽ മാറ്റാം. ഇനി എന്താണെങ്കിലും നമ്മൾ എന്ത് ഇപ്പോൾ എഡിറ്റ് യൂസ് ചെയ്താലും F9 ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പ്രോപ്പർട്ടി ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ അതിൽ കൂടെ നമുക്ക് അഡ്ജസ്റ്റും ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് എഡിറ്റിംഗ് ടൂൾസ്. ഒരു സാധാ മെഷ് കിട്ടിയാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് മാറ്റിയെടുക്കാനുള്ള കുറച്ച് ടൂളുകളാണ് ഇതൊക്കെ. പിന്നെ ഇതുകൂടാതെ സബ് ഡിവിഷൻ സർഫസ് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മൾ ലാസ്റ്റിലേക്ക് കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ജസ്റ്റ് മേലത്തെ ഫേസ് സെലക്ട് ചെയ്തു. ഫേസ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് എക്സ്ട്രൂഡ് ചെയ്യാൻ പോവാണ്. എക്സ്ട്രൂഡ് നമുക്ക് മുന്നോട്ട് ബാനോട്ട് മാത്രമല്ല, നമുക്ക് അതുപോലെ തന്നെ ഉള്ളോട്ടേക്ക് നമുക്ക് ജസ്റ്റ് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. ടോപ്പിലേക്ക് മാത്രമല്ല താഴോട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതിൽ ചെയ്യുന്നത് നോക്കിക്കൊണ്ട് ജസ്റ്റ് താഴോട്ട് എന്താക്കി എക്സ്ട്രൂഡ് ചെയ്തു. പിന്നെ എസ് ക്ലിക്ക് ചെയ്ത് ചെറുതാക്കി പിന്നെ G ക്ലിക്ക് ചെയ്തൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ട് വെച്ചു. ഇനി അടുത്തതായി ചെയ്തത് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ ഉൾഭാഗം ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ സബ് ഡിവിഷൻ സർഫസ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു നമ്മൾ സബ് ഡിവിഷൻ സർഫസ് എന്ന കോൺസെപ്റ്റ് പഠിക്കുന്നത്. ഇത് ഞാൻ ചെയ്ത സ്റ്റൈൽ യൂസ് ചെയ്തത് മോഡിഫയർ ആണ്. അപ്പോൾ എന്താണ് ഇതിൽ സബ് ഡിവിഷൻ സർഫസ് എന്ന് നമുക്ക് കുറച്ചൊന്ന് നമുക്ക് എക്സ്ട്രാ ഒന്ന് നോക്കാം. എന്താണ് സബ് ഡിവിഷൻ സർഫസ് ഒന്ന് ഡീപ്പായി നോക്കാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എന്താണ് സബ് ഡിവിഷൻ നോക്കാം. സബ് ഡിവിഷൻ എന്താ, ജസ്റ്റ് നമ്മളൊരു സിമ്പിളായി പറയണമെങ്കിൽ നമ്മളൊരു വലിയ കേക്ക് എടുത്തിട്ട് ആ കേക്കിനെ പിന്നെ ചെറിയ കഷ്ണമാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളെ ബ്ലെൻഡറിൽ വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ സബ് ഡിവിഷൻ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് മോഡിൽ ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് മുന്നേ എന്താണ് സബ് ഡിവിഷൻ നടക്കുന്നത് നോക്കാം. അത് കാണണമെങ്കിൽ നമ്മൾ എഡിറ്റ് മോഡ് പോകണം. അപ്പോൾ എഡിറ്റ് മോഡ് പോയി റൈറ്റ് ക്ലിക്ക് അടിച്ചു, സബ് ഡിവൈഡ് ചെയ്തു. കണ്ടോ? അപ്പോൾ ആ ഒരു സ്ക്വയറിനെ തന്നെ പിന്നെ ഡിവൈഡ് ചെയ്തേക്കുക. നമ്മൾ ഫേസ് ടോപ്പിൽ വ്യൂ കാണിച്ചു തരാം. ഇവിടെ 1 ഒരു തവണയാണ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി കൊടുക്കുകയാണ്. കണ്ടോ? 2. അപ്പോൾ ഇങ്ങനെ എന്താക്കാം, നമുക്ക് അതിൻ്റെ ഒരു റെസൊല്യൂഷൻ കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈ പോളി മോഡലിംഗ് വരുമ്പോൾ കൂടുതൽ സബ് ഡിവിഷൻ വേണ്ടി വരും. നമ്മൾ ഈ സ്കൾപ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ സബ് ഡിവൈഡ് ചെയ്തിട്ട് ഹൈ റെസൊല്യൂഷനുള്ള മെഷീനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം അത്രയും ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ കൂടുതൽ സബ് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് സബ് ഡിവിഷനിൽ നടക്കുന്നത്. ഇനി ഇതെങ്ങനെ എന്താക്കാം, നമുക്ക് ഒബ്ജക്റ്റ് മോഡ് ചെയ്യുന്നത് നോക്കാം. ഒബ്ജക്റ്റ് മോഡ് ചെയ്യുന്ന ഷോർട്ട് കട്ടാണ് Ctrl+2, Ctrl+3. അങ്ങനെ എന്താക്കാം. അപ്പോൾ സബ് ഡിവിഷൻ Ctrl+2 Ctrl+3 കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ മോഡിഫയർ ഓപ്പൺ ആവുന്നത് കാണാം. ഇനി എന്താണ് മോഡിഫയർ എന്നൊക്കെ നമുക്ക് വരുന്ന സെക്ഷനിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് സബ് ഡിവിഷൻ. അപ്പോൾ ഇത്രയും ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്താക്കിയത്, ഈ ഗ്ലാസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റെപ്സ് നോക്കാം. ഞാൻ ജസ്റ്റ് എന്താക്കി, സബ് ഡിവിഷൻ സർഫസ് ആഡ് ചെയ്യാൻ പോവാണ്. ജോമെട്രി മോഡിഫയർ യൂസ് ചെയ്ത് സബ് ഡിവിഷൻ സർഫസ് ആഡ് ചെയ്തു. അപ്പോൾ കാണുമ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഫുള്ളും ഡിഫോം ആയത്. ഇതെങ്ങനെ എന്താക്കുക, കുറച്ച് ഡിഫൈൻ ചെയ്യാം. അതിന് നമുക്ക് ലൂപ്പ് കട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ലൂപ്പ് കട്ടിൻ്റെ യൂസിങ് മനസ്സിലായി. അപ്പോൾ ജോമെട്രി ആഡ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി വേണ്ട ഭാഗങ്ങൾ ഷാർപ്പാക്കാനൊക്കെ എന്ത് യൂസ് ചെയ്യാം, ലൂപ്പ് ടൂൾ യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ മോഡലിൻ്റെ ബേസിക് കേട്ടോ. നമുക്ക് വേണ്ട ഡിഫൈൻ ചെയ്ത ഭാഗങ്ങൾ എന്താക്കുക, ലൂപ്പ് കട്ട് യൂസ് ചെയ്തിട്ട്